സോ ഹലോ ഗൈസ് വൺസിങ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു സർക്യൂട്ട് മീൻസ് നമ്മളെ മോട്ടറിനെ രണ്ട് ഡയറക്ഷനിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ട്. നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസിലും പിന്നെ ക്ലോക്ക് വൈസിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീട്ടിലോട്ട് പോകാം. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ എടുക്കുന്നത് ഒരു BC547 എന്ന ട്രാൻസിസ്റ്ററാണ്. ഇങ്ങനത്തെ രണ്ടെണ്ണമാണ് എടുക്കുന്നത്. പിന്നെ ഇതിന് പകരം BC337 എന്ന ട്രാൻസിസ്റ്റർ വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് കുറച്ച് പവർ കുറവുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മോട്ടോർ ഭയങ്കര ഹൈ സ്പീഡിൽ റൺ ചെയ്യില്ല. എൻ്റെ കയ്യിൽ പിന്നെ ഇതല്ല, അതിനോട് ഇത് വെച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ അത് ട്രാൻസിസ്റ്ററിലേക്ക് മാറ്റുമ്പം ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു സർക്യൂട്ടിന്, പക്ഷേ വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ ഞാൻ ട്രാൻസിസ്റ്റർ വെച്ച് ഒന്നുകൂടി ചെയ്യാം, വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്താൽ. പിന്നെ നമ്മളെ രണ്ട് ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. എന്നിപ്പോൾ നമുക്കിനി ഇങ്ങനെ നോക്കുക. സോൾഡർ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് വേറെ സാധനം ആവശ്യമുണ്ട്. അതാണ് നമ്മളെ 1K ഒരു റെസിസ്റ്റർ. 1K രണ്ട് റെസിസ്റ്റർ മതി. പിന്നെ നമ്മൾ റെസിസ്റ്റർ എടുക്കുക. പിന്നെ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് സോൾഡർ ചെയ്യുക. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് സോൾഡർ ചെയ്യുക. റെസിസ്റ്ററിൻ്റെ അടുത്ത എൻഡ് നേരെ നമ്മുടെ അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത റെസിസ്റ്റർ എടുക്കുക. പിന്നെ നമ്മൾ നേരെ നമ്മളെ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. പിന്നെ റെസിസ്റ്ററിൻ്റെ അടുത്ത എൻഡ് നേരെ അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ എടുക്കുന്നത് ജസ്റ്റ് ഒരു വയർ. ആ വയർ കൊണ്ട് നമ്മൾ നേരെ നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്കും പിന്നെ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്കും രണ്ടുകൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു ചെമ്പർ വയറായിട്ട് രണ്ടുകൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ എടുക്കുന്നത് രണ്ട് ബട്ടൺ സ്വിച്ചാണ്. ഇത്ര വലുതൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ എടുത്താണ്. സാധാ നോർമൽ ബട്ടൺ സ്വിച്ചും മതി. എന്നപ്പം ഒരു ബട്ടൺ സ്വിച്ചിൻ്റെ ഒരു വയർ നേരെ നമ്മുടെ ഫസ്റ്റത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്ത ബട്ടൺ സ്വിച്ച് എടുക്കുക. അതിൻ്റെ ഒരു വയർ നേരെ നമ്മളെ കളക്ടറിലേക്ക് കൊടുക്കുക, രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ബട്ടൺ സ്വിച്ചിൻ്റെയും രണ്ട് വയർ, ഒരു വയർ ലെഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ലേ, ആ രണ്ട് വയറോടി ജോയിൻ ചെയ്ത് സോൾഡർ ചെയ്ത് കൊടുക്കുക. എന്നപ്പോൾ ഇതായിരിക്കും നമ്മുടെ സർക്യൂട്ടിൻ്റെ പോസിറ്റീവ് ടെർമിനൽ. പോസിറ്റീവ് പറഞ്ഞാൽ നമ്മൾ പവർ കൊടുക്കാൻ പോകുന്ന ടെർമിനൽ. എന്നപ്പം ഇവിടെ നമ്മൾ പോസിറ്റീവ് കൊടുക്കുക. അതിനെക്കൊണ്ട് തന്നെ ഞാനൊരു റെഡ് വയർ അവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു. പിന്നെ സർക്യൂട്ടിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ പോയിന്റിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ബ്ലാക്ക് വയർ സോൾഡർ ചെയ്ത് കൊടുത്ത് പിന്നെ എടുക്കുന്ന ഒരു മോട്ടറാണ്. പിന്നെ മോട്ടറാണെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതെടുത്ത് പിന്നെ സാധാരണ ഒരു DC മോട്ടർ, ആ മോട്ടറിൻ്റെ ഒരു പോസിറ്റീവ് വയർ ഞാൻ നേരെ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് കൊടുത്ത് പിന്നെ അടുത്ത വയർ നേരെ അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് കൊടുത്ത്. മോട്ടറിൽ പോസിറ്റീവ് നെഗറ്റീവ് നോക്കണ്ട, എന്നാലും ഒരു ഇതിന് ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞതേ ഉള്ളൂ. ഏതെങ്കിലും വയർ രണ്ട് കളക്ടറിലേക്ക് കൊടുത്തോളി. ഞാൻ ഇപ്പോൾ ബാറ്ററി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, പവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഒരു ബട്ടൺ ഞെക്കിയാൽ, എങ്ങനെ കാണുന്നത് അറിയില്ല, ഒരു ബട്ടൺ ഞെക്കിയാൽ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഡയറക്ഷനിലേക്ക്. പിന്നെ മെറ്റേ ഞെക്കിയാൽ മെറ്റേ ഡയറക്ഷനിലേക്ക് തിരിയുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി കാണിച്ച് തരണമെങ്കിൽ ഞാനിപ്പോൾ ഒരു ടേപ്പ് ഒട്ടിച്ച് തരാം. ടേപ്പ് ഒട്ടിച്ചാൽ ഒന്നുകൂടി മനസ്സിലാവും എങ്ങോട്ടാണ് പോകുന്നത്, മോട്ടർ തിരുന്നത് എങ്ങോട്ടെന്ന്. ബട്ടൺ നിൽക്കുമ്പം ഇപ്പോൾ ക്ലോക്ക് വൈസാണ് തിരുന്നത്. ക്ലോക്ക് വൈസ് കണ്ടില്ല. മറ്റേ ബട്ടൺ നിൽക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസാണ് തിരുന്നത്. അപ്പോൾ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒന്നുകൂടി പവർഫുൾ ആക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ BC337 ആക്കുക. സർക്യൂട്ട് ചെറിയൊരു ചേഞ്ച് ഉണ്ട്, എനിക്കൊരു സംശയമുണ്ട്. അതിപ്പോൾ നിങ്ങൾ നോക്കി വർക്ക് ചെയ്യുന്നുണ്ടോ, കാരണം അതാണ് കുറച്ചുകൂടി നല്ലോണം പവർ ഹാൻഡിൽ ചെയ്യാൻ, അത് മോട്ടറിന് വേണ്ടി. അതപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്.